ബി.ജെ.പിയും എൻ.ഡി.എയും ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമോ? കണക്കുകൾ പറയുന്നത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. നിങ്ങളുടെ സ്വപ്നഭവനം താഴ്ന്നു പോയോ? റോഡിന്റെ കൺസ്ട്രക്ഷൻ മൂലം നിങ്ങളുടെ വീടിന്റെ ഫൗണ്ടേഷൻ ഇരുന്നു പോയോ? അതോ വീടിന്റെ ഒരു ഭാഗം പൊളിച്ചു മാറ്റേണ്ട അവസ്ഥയാണോ? നിങ്ങളുടെ ബിൽഡിംഗ് എന്തുമാകട്ടെ, അത് പൊളിക്കാതെ തന്നെ മാറ്റി സ്ഥാപിക്കുകയോ ഉയർത്തുകയോ ചെയ്യാം. 15 വർഷത്തിൽ പരം പ്രവൃത്തി പരിചയമുള്ള ആര്യാർഗിൽ ഹൗസ് ലിഫ്റ്റിംഗ് ആൻഡ് ഷിഫ്റ്റിംഗ് നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടേത് ഏതുതരം ബിൽഡിംഗും ആവട്ടെ, വീടോ ഓഫീസോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങോ പഴയതോ പുതിയതോ ആവട്ടെ, ഏതുതരം കൺസ്ട്രക്ഷനും മാറ്റി സ്ഥാപിക്കാനും ഉയർത്തുവാനും സാധിക്കുന്നു. പരിശീലനം ലഭിച്ച വിദഗ്ധരായ എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ 100 മുതൽ 200ഓളം ജാക്കികൾ ഉപയോഗിച്ച് അതീവ സുരക്ഷിതത്തോടെ ജോലികൾ പൂർത്തിയാക്കുന്നു. ഇതുകൂടാതെ ടൈൽ പാവിംഗ്, AC സർവീസ്, ഹൗസ് മെയിൻ്റനൻസ്, ഇന്റീരിയർ ആൻഡ് മോഡിഫിക്കേഷൻ, വേസ്റ്റ് മാനേജ്മെന്റ് തുടങ്ങി 10ഓളം സർവീസുകൾ ബഡ്ജറ്റ് റേറ്റിൽ ഞങ്ങൾ ചെയ്തു തരുന്നു. വ്യക്തമായ പ്ലാനും ഇൻഡസ്ട്രിയിലെ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റും കൃത്യനിഷ്ഠതയുമാണ് ഞങ്ങൾക്ക് 60ൽ പരം സന്തുഷ്ട ഉപഭോക്താക്കളെ നേടിത്തന്നത്. നിങ്ങളുടെ സംതൃപ്തി ഞങ്ങളുടെ ഉറപ്പ്. ഫോർ മോർ ഡീറ്റെയിൽ കോൺടാക്ട് ആര്യാർജുൻ ഹൗസ് ലിഫ്റ്റിംഗ് ആൻഡ് ഷിഫ്റ്റിംഗ്. അട്ടിമറി നടത്താനുള്ള സാധ്യത കാണുന്നു. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നിരവധി മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് നേമം, തിരുവനന്തപുരം വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തൃശ്ശൂർ, പിന്നെ അതുപോലെ തന്നെ നാട്ടിക, പിന്നെ കാട്ടാക്കട, ഇരിങ്ങാലക്കുട, പുതുക്കാട്, മണലൂർ, ഒല്ലൂർ, തിരുവനന്തപുരം, പാറശാല, ആറ്റിങ്ങൽ, അരുവിക്കര, പാലക്കാട്, മലമ്പുഴ, ചാത്തന്നൂർ, കാഞ്ഞങ്ങാട്, കോന്നി, ഇങ്ങനെ ഒരു 10-12 മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ ബി.ജെ.പി വന്നു. അതൊരു ചെറിയ കാര്യമല്ല. 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ വരുന്നത് ചെറിയ കാര്യമേ അല്ല. അതിൽ 1ാം സ്ഥാനത്ത് വന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? അതായത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അസംബ്ലി സീറ്റുകളിൽ 1ാം സ്ഥാനത്ത് വന്നത്. കാരണം പാർലമെൻറ്റിൽ മൊത്തം 1ാം സ്ഥാനത്ത് വന്നില്ല, എങ്കിലും അവർ ജയിക്കുമായിരുന്നു. സുരേഷ് ഗോപി ഒഴിച്ച് ആരും ജയിച്ചില്ല. പക്ഷേ അതേസമയം ഉദാഹരണം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന് നേമത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നേമം മണ്ഡലം 1ാം സ്ഥാനത്തായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. വട്ടിയൂർക്കാവ് അതുപോലെ തന്നെ, വട്ടിയൂർക്കാവിൽ രാജീവ് ചന്ദ്രശേഖറിന് ഭൂരിപക്ഷമുണ്ടായിരുന്നു. കഴക്കൂട്ടം ഭൂരിപക്ഷമുണ്ടായിരുന്നു. തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് ഭൂരിപക്ഷമുണ്ടായിരുന്നു. തൃശ്ശൂർ നിയമസഭാ മണ്ഡലം. അപ്പോൾ അവിടെ ഇപ്പോൾ ജയിക്കാൻ സാധ്യതയില്ലേ? നമ്മൾ കണക്കുകൾ വെച്ചുകൂടി പരിശോധിക്കുമ്പോഴാണ് നോക്കുന്നത്. നാട്ടിക സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടിയ സ്ഥലമാണ്. ഇരിങ്ങാലക്കുട, പുതുക്കാട്, ഒല്ലൂർ, മണലൂർ, തൃശ്ശൂരിൽ ഒരുപാട്, അതുപോലെ തിരുവനന്തപുരം സെൻട്രൽ ബി.ജെ.പിക്ക് നല്ല വോട്ട് കിട്ടി കഴിഞ്ഞ പ്രാവശ്യം രാജീവ് ചന്ദ്രശേഖറിന്. പാറശാല വളരെ വലിയ വോട്ട് കിട്ടി രാജീവ് ചന്ദ്രശേഖറിന്. അപ്പോൾ ഈ വോട്ട് കിട്ടിയ മണ്ഡലങ്ങളെല്ലാം ഇതെല്ലാം 1ാം സ്ഥാനത്ത് വന്നു. ഇനി 2ാം സ്ഥാനത്ത് വന്ന് ആറ്റിങ്ങൽ 2ാം സ്ഥാനത്ത് വന്നു. മുരളീധരൻ മത്സരിച്ച ആറ്റിങ്ങലിൽ 2ാം സ്ഥാനത്ത് വന്നു ബി.ജെ.പി. ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ. കാട്ടാക്കട, അരുവിക്കര, പാലക്കാട്, മലമ്പുഴ, ചാത്തന്നൂർ, കാഞ്ഞങ്ങാട്, കോന്നി, അപ്പോൾ നിരവധി മണ്ഡലങ്ങളിൽ. അപ്പം ഞങ്ങളുടെ ഒരു നിരീക്ഷണവും സർവേ അനുസരിച്ചും ഈ പറയുന്ന വിവിധ പ്രീപോൾ സർവേകളും ഒക്കെ നോക്കുമ്പോൾ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കുമ്പോൾ ബി.ജെ.പിക്ക് കിട്ടിയ വോട്ടുകൾ അവർക്ക് പിടിക്കാൻ പറ്റിയാൽ, അതാണ്. അതിപ്പോൾ പിടിക്കാൻ പറ്റുമില്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. രാജീവ് ചന്ദ്രശേഖറിന് കിട്ടിയ വോട്ടുകൾ അതുപോലെ ബി.ജെ.പിക്ക് കിട്ടിയ വോട്ടുകൾ ബി.ജെ.പിക്ക് കിട്ടിയാൽ തിരുവനന്തപുരത്ത് 4 മണ്ഡലങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ, അതുപോലെ കാട്ടാക്കട, തൃശ്ശൂർ, ഞാനീ പറഞ്ഞ തൃശ്ശൂരിലെ മണലൂർ, നാട്ടിക, പുതുക്കാട് തുടങ്ങിയ തൃശ്ശൂരിലെ ചില മണ്ഡലങ്ങൾ, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ, പാലായിൽ അതികഠിനമായ മത്സരമാണ് നടക്കുന്നത്. അവിടെ ഷോൺ ജോർജിന് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ശക്തമായ മത്സരമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ മഞ്ചേശ്വരം അതിശക്തമായ മത്സരമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 15 മണ്ഡലങ്ങളിലെങ്കിലും ബി.ജെ.പി ആദ്യ നിർണായകമായ സ്ഥാനത്ത് വരും. പക്ഷെ അങ്ങനെ വന്നാൽ ആ സീറ്റുകൾ ബി.ജെ.പി പിടിക്കുമോ? കാരണം ഇതിനകത്ത് ഒരുപാട് ക്രോസ് വോട്ട് പരിപാടികളുണ്ട്. അതെല്ലാ ഭാഗത്തും ഉണ്ട്. ആരാണോ ജയിക്കുന്ന സ്ഥാനാർത്ഥി അവർക്കെതിരെ മറ്റ് 2 മുന്നണികൾ, കാര്യം 3 പേരുണ്ടെങ്കിലുള്ള ഒരു ഗുണം അതാണ്. ബലാബലത്തിൽ 3 പേരുണ്ടെങ്കിൽ പരസ്പരം 2 പേരെ ഉള്ളെങ്കിൽ ആരാണ് ശക്തിയുള്ള ആൾ ജയിക്കും, മറ്റേ ശക്തി കുറഞ്ഞ ആൾ തോക്കും. പക്ഷെ 3 പേരുണ്ടെങ്കിൽ ശക്തി കുറഞ്ഞ 2 പേരും കൂടി ഒന്നിച്ച് നിന്നാൽ ശക്തി കൂടിയ ഒരാളിനെ തോൽപ്പിക്കാൻ പറ്റും. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നൊരു തിയറിയുണ്ട്.
അത് പൊളിറ്റിക്സിലൊക്കെ വളരെ ശക്തമായിട്ടുണ്ട്. പരസ്യമായിട്ടുണ്ട്, രഹസ്യമായിട്ടുണ്ട്. രഹസ്യമായിട്ടുള്ളതിനാണ് ഡീലെന്ന് പറയും, പരസ്യമായിട്ടുണ്ടെങ്കിൽ സാധ്യതയാ പറയും. അപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു കച്ചവടമാണ് ഈ നടക്കുന്നത്. NDA അല്ലെങ്കിൽ BJP മുന്നണി ശക്തമായി മുന്നോട്ട് വരും എന്ന് കേൾക്കുന്നു. ഇതിനിടയിൽ നമ്മൾ ഈ പറഞ്ഞതെല്ലാം മധ്യ കേരളം അതിനകത്ത് വലുതായിട്ട് വന്നിട്ടില്ല കാരണം ഈ സീറ്റുകളിൽ. പക്ഷെ മധ്യ കേരളത്തിലും NDAയുടെ സാബു ജേക്കബിൻ്റെ ഫാക്ടർ വലിയ സ്വാധീനം ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 1, 2, 3 സീറ്റിനപ്പുറം അങ്ങനെ പറഞ്ഞ് BJP അല്ലെങ്കിൽ NDAയെ താഴ്ത്തിക്കെട്ടാൻ കഴിയുമോ, അതോ ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ചിട്ടുള്ള അത്രയിലേക്ക് കാര്യങ്ങൾ പോയാൽ കേരള രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു ചരിത്രമായിരിക്കും ഉണ്ടാവുക. നമുക്കിപ്പോഴത് പറയാൻ കഴിയില്ല. കാര്യം തെരഞ്ഞെടുപ്പ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഒരു രീതി, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മറ്റൊരു രീതി, അസംബ്ലി തെരഞ്ഞെടുപ്പ് വേറെ രീതി. അവർക്ക് 3 രീതിയിൽ തന്നെയാണ് അവർ വോട്ട് ചെയ്യുന്നത്. അങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ പാർലമെൻറ്റിൽ ജയിച്ചു എന്ന് വിചാരിച്ച് അസംബ്ലിയിൽ വോട്ട് ചെയ്യണമെന്നില്ല, അസംബ്ലിയിൽ ജയിച്ചു എന്ന് വിചാരിച്ച് പഞ്ചായത്തിൽ വോട്ട് ചെയ്യണമെന്നില്ല, പഞ്ചായത്തിൽ ജയിച്ചു എന്ന് വിചാരിച്ച് അസംബ്ലിയിൽ വോട്ട് ചെയ്യണമെന്നില്ല. ഇത് വേറൊരു പാറ്റേൺ ആണ്, മലയാളിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഒരു തെരഞ്ഞെടുപ്പിന് തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും ഒന്നിച്ച് നടത്തിയാൽ പോലും 2ആയി വോട്ട് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് കേരളത്തിൽ കിടപ്പുണ്ട്. അത്രയും സെലക്റ്റീവാണ് മലയാളി. അതുകൊണ്ട് തന്നെ ആര് വാഴും ആര് വീഴും BJPയും NDAയും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മികച്ച പെർഫോമൻസ് കാണിച്ച 1, 2 സ്ഥാനത്തെ മണ്ഡലങ്ങൾ വെച്ചുകൊണ്ട് മുന്നോട്ട് കയറുമോ, അതിൽ 1ആകുമോ 2ആകുമോ എന്ന് മാത്രമാണ്. മണ്ഡലങ്ങളിൽ 1ാമതെത്തുമോ 2ാമതായി പോകുമോ എന്നുള്ളത് മാത്രമാണ് രാഷ്ട്രീയ കേരളത്തിൻ്റെ മറ്റൊരു കൗതുകം. ഇതിനിടയിൽ നമ്മൾ പരിശോധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ജില്ല, പലരും വിട്ടുപോകുന്നൊരു ജില്ലയാണ് തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക, പുതുക്കാട്, മണലൂർ, അതുപോലെ തന്നെ തൃശ്ശൂർ. ഈ സ്ഥലങ്ങളിൽ സുരേഷ് ഗോപിക്ക് വലിയ ഭൂരിപക്ഷമായിരുന്നു. സുരേഷ് ഗോപിക്ക് കിട്ടുന്ന ഭൂരിപക്ഷം രാഷ്ട്രീയമായി തന്നെ മാത്രമല്ല, അതിനുശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും BJP മോശമല്ലാത്ത പ്രകടനം അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കുമെന്നാണ് പറഞ്ഞത്, പക്ഷെ പിടിച്ചില്ല. വളരെ മോശമല്ലാത്ത പ്രകടനം തൃശ്ശൂർ കാഴ്ചവെച്ചിട്ടുണ്ട്. മണലൂരിൽ വലിയ മത്സരമാണ് നടക്കുന്നത്. BJPയും പിന്നെ കോൺഗ്രസും പിന്നെ ഇടതുപക്ഷവും തമ്മിൽ വലിയ മത്സരമാണ് മണലൂരിൽ നടക്കുന്നത്. അതുപോലെ നാട്ടികയിലും പുതുക്കാട് അതായത് ഒരു ബെൽറ്റ് ഏരിയ വരുന്നുണ്ട്. പാലക്കാടിൻ്റെ കുറച്ച് റീജിയൻ, മലപ്പുറത്ത് പിന്നെ നമ്മുടെ തൃശ്ശൂരിൻ്റെ കുറച്ച് പ്രദേശങ്ങൾ, തൃശ്ശൂർ കോർപ്പറേഷൻ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളെല്ലാം തന്നെ വലിയ തോതിലാണ് BJPക്ക് അഡ്രസ്സ് വന്നിട്ടുകൊണ്ടിരിക്കുന്നത്, വോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ കാട്ടാക്കടയിൽ 5000 വോട്ടിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട്, കൂടുതൽ വന്നിട്ടുണ്ട്. അവിടെ പിന്നെ കഴിഞ്ഞ സീസണിൽ കിട്ടിയതിനേക്കാൾ 5000 വോട്ട് കൂടുതൽ മുരളീധരന് കൂടുതൽ കിട്ടിയ ഒരു മണ്ഡലമാണ് കാട്ടാക്കട. അവിടെ നരേന്ദ്രമോദി നേരിട്ട് പങ്കെടുത്തിരുന്നു. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ വന്നിരുന്നു. അതിൻ്റെ മെച്ചം അവിടെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞായറാഴ്ച തൃശ്ശൂരിൽ നരേന്ദ്രമോദി വരുന്നുണ്ട്. തൃശ്ശൂരിൽ റോഡ് ഷോ നടക്കുന്നു. പാലക്കാട് മഹാറാലിയിൽ സംസാരിക്കും. അപ്പോൾ ഇത് രണ്ടും വരുന്ന സാഹചര്യത്തിൽ തൃശ്ശൂർ മണ്ഡലത്തിലെ ഞാൻ പറഞ്ഞ നാട്ടിക, മണലൂർ, പുതുക്കാട്, തൃശ്ശൂർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 4-5 മണ്ഡലങ്ങളിലും പിന്നെ പാലക്കാടും, അപ്പോൾ ഒരു 6-7 മണ്ഡലങ്ങൾ തൃശ്ശൂർ ഭാഗത്ത് വലിയ സ്വാധീനം NDAയും BJPയും ഉണ്ടാക്കാനും വിജയിക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും കോൺസ്റ്റൻ്റായി BJPയുടെ വോട്ടുകൾ കൂടിക്കൂടി വരുന്നു എന്നൊരു കാഴ്ച കേരളത്തിലുണ്ട്. അത് ഇടതുപക്ഷത്തിൽ നിന്ന് പണ്ട് വോട്ട് കിട്ടിയില്ലായിരുന്നു, കോൺഗ്രസിൽ നിന്നായിരുന്നു കൂടുതൽ വോട്ട് കിട്ടിയിരുന്നതെങ്കിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മുതൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുമൊക്കെ ഇടതുപക്ഷത്തെ ശക്തമായ വോട്ടുകൾ കൂടി BJPക്ക് ലഭിക്കുന്നു എന്നുള്ളതും കേരളത്തിൽ നാം കാണേണ്ടുന്ന ഒരു കൗതുകം തന്നെയാണ്.